നമസ്കാരം. നമ്മൾ മലയാളികൾ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു വലിയ ചോദ്യമാണ് ഈ GSTയുടെ കാര്യം എന്താകുമെന്ന്, അല്ലേ? JCF അസോസിയേഷന്റെ ഈ പ്രത്യേക അവതരണത്തിൽ 2026 കേരളത്തിലെ GST രജിസ്ട്രേഷനും ഫയലിംഗും വളരെ സിമ്പിളായി നമ്മൾ നോക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ വിവരങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആർക്കെല്ലാം ഇത് വേണം? വേണ്ട ഡോക്യുമെന്റുകൾ, ആ സിമ്പിൾ 5 സ്റ്റെപ്പ് പ്രോസസ്സ്, റിട്ടേൺ ഫയലിംഗ്, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഡെഡ്ലൈനുകൾ, പിന്നെ ബിസിനസ്സുകാർക്കുള്ള കുറച്ച് കിടിലൻ എക്സ്പെർട്ട് ടിപ്പുകൾ, ഇത്രയുമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഒന്നാമത്തെ സെക്ഷൻ, ശരിക്കും ആർക്കെല്ലാമാണ് ഈ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടുള്ളതെന്ന് നോക്കാം. ഇതൊരു വലിയ കൺഫ്യൂഷനുള്ള കാര്യമാണ്. നോക്കൂ, നിങ്ങൾ സാധനങ്ങൾ, അതായത് ഗുഡ്സ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ബേക്കറിയോ ടെക്സ്റ്റൈൽസോ ഒക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഒരു വർഷത്തെ കച്ചവടം 40 ലക്ഷം രൂപ കടന്നാൽ നിങ്ങൾക്ക് GST എടുക്കാം. എന്നാൽ നിങ്ങൾ സർവീസാണ് നൽകുന്നതെങ്കിലോ, അതായത് ഒരു IT കൺസൾട്ടന്റോ മറ്റോ ആണെങ്കിൽ, ഈ ലിമിറ്റ് വെറും 20 ലക്ഷമാണ് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എപ്പോഴും ഓർത്തുവെക്കണം. ഇനി ചില പ്രത്യേക കേസുകളുണ്ട്. നിങ്ങളുടെ വരുമാനം ഈ പറഞ്ഞ ലിമിറ്റിന് താഴെയാണെങ്കിൽ കൂടിയും നിങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കച്ചവടം നടത്തുകയോ അല്ലെങ്കിൽ ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി ഓൺലൈനായി വിൽക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും GST വേണം. അതുപോലെ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും ഇത് നിർബന്ധമാണ്. ഇതിലൊരു വലിയ ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഥവാ ITC വഴി നമുക്ക് എളുപ്പത്തിൽ തിരികെ ക്ലെയിം ചെയ്യാം. ഇത് ശരിക്കും നിങ്ങളുടെ ലാഭം കൂട്ടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ സെക്ഷൻ, നമുക്ക് എന്തൊക്കെ രേഖകൾ അഥവാ ഡോക്യുമെന്റ്സ് വേണ്ടിവരും എന്ന് നോക്കാം. ഇത് കേട്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായ കുറച്ച് പേപ്പറുകൾ മാത്രം മതി. നിങ്ങളുടെ സ്വന്തം പാൻ കാർഡ്, ആധാർ, പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലോ വാടക കരാർ അല്ലെങ്കിൽ കറന്റ് ബിൽ പോലെയുള്ള ഒരു അഡ്രസ് പ്രൂഫ് വേണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് തെളിയിക്കാൻ ക്യാൻസൽ ചെയ്തൊരു ചെക്കോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ മതിയാകും. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ എടുത്തുവെച്ചോളൂ. സംഗതി വളരെ സിമ്പിളാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇതിനായി 5 ലളിതമായ ഘട്ടങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല കേട്ടോ. എല്ലാം പൂർണ്ണമായും ഓൺലൈനാണ്. ആദ്യം GST പോർട്ടലിൽ പോയി ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമതായി നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് മൊബൈലിലും ഇമെയിലിലും വരുന്ന OTP എൻ്റർ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ അഥവാ ARN കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇത് വെച്ചാണ് നമ്മൾ അപേക്ഷയുടെ സ്റ്റാറ്റസ് നോക്കുന്നത്. നാലാമതായി നേരത്തെ പറഞ്ഞ ആ രേഖകളെല്ലാം PDF അല്ലെങ്കിൽ JPG ആയി അപ്ലോഡ് ചെയ്തു കൊടുക്കുക. അഞ്ചാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് GST ഓഫീസറുടെ അപ്രൂവലിനായി കാത്തിരിക്കുക എന്നതാണ്. 3 മുതൽ 30 വരെ. ഈ നമ്പറുകളൊന്ന് ഓർത്തുവെച്ചോളൂ. സാധാരണഗതിയിൽ നിങ്ങളുടെ അപേക്ഷ ഔദ്യോഗികമായി പാസ്സാകാനെടുക്കുന്ന സമയം ഇതാണ്. ചിലപ്പോൾ വെറും 3 ദിവസം കൊണ്ട് കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ പരമാവധി ഒരു 30 ദിവസം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം GSTIN നമ്പറും സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈകളിലെത്തും. നാലാമത്തെ സെക്ഷനിലേക്ക് വരാം, GST റിട്ടേണുകൾ. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഈ GSTR1ഉം GSTR3Bയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, GSTR1 എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയ്ക്ക് സെയിൽസ് നടത്തിയെന്ന് ഗവൺമെന്റിന് കാണിക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ്. എന്നാൽ GSTR3B എന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്. അതിൽ നമ്മുടെ പർച്ചേസ് വിവരങ്ങളും നമുക്ക് കിട്ടാനുള്ള ITC, കൂടാതെ നമ്മൾ ശരിക്കും അടയ്ക്കേണ്ട ഫൈനൽ ടാക്സ് എമൗണ്ട് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് സമ്മറിയാണ്. ഇനി ടാക്സ് അടയ്ക്കുന്ന കാര്യം. പ്രധാനമായും 3 തരം ടാക്സുകളാണ് ഉള്ളത്. നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് കച്ചവടം ചെയ്യുമ്പോൾ IGST, പിന്നെ നമ്മൾ സാധാരണ കാണുന്ന CGSTയും SGSTയും. ഇത് കേട്ട് തല പോകേണ്ട കാര്യമൊന്നുമില്ല. പോർട്ടലിൽ കയറി നെറ്റ് ബാങ്കിംഗ് വഴിയോ നിങ്ങളുടെ ഫോണിലെ സാധാരണ UPI വഴിയോ അല്ലെങ്കിൽ NEFT, RTGS ഉപയോഗിച്ചോ വളരെ എളുപ്പത്തിൽ ഈ പേയ്മെന്റ് നിങ്ങൾക്ക് നടത്താം. അഞ്ചാമത്തെ സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഡെഡ് ലൈനുകളും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പിഴകളും. ഈ കാണുന്ന ടേബിള് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ GSTR1 അടുത്ത മാസത്തെ 11-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യണം. അതുപോലെ GSTR3B അടുത്ത മാസത്തെ 20-ാം തീയതിക്കുള്ളിലും. ഇനി നിങ്ങൾ ക്വാർട്ടർലി, അതായത് 3 മാസം കൂടുമ്പോഴാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ ക്വാർട്ടർ തീരുന്നതിനനുസരിച്ച് കൃത്യമായി ഫയൽ ചെയ്യുക. ബിസിനസ് ഒരു കുഴപ്പവുമില്ലാതെ സ്മൂത്തായി പോവാൻ ഇത് വളരെ അത്യാവശ്യമാണ്. 11. ഈ നമ്പർ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും മായാതെ നിൽക്കണം കേട്ടോ. എല്ലാ മാസവും 11-ാം തീയതിയാണ് നിങ്ങളുടെ സെയിൽസ് വിവരങ്ങൾ കൊടുക്കേണ്ട GSTR1ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഡ്ലൈൻ. ഇനിയിപ്പോൾ ഇത് ഫയൽ ചെയ്യാൻ വിട്ടുപോയാലോ? വെറുതെ ഒരുപാട് ഫൈനും പലിശയും നമ്മൾ കൊടുക്കേണ്ടി വരും. ഓർത്തു നോക്കൂ,
നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ലാഭത്തിൽ നിന്നല്ലേ ഈ പണം പോകുന്നത്. അതുമാത്രമല്ല, വേറെയും GST കോംപ്ലയൻസ് പ്രശ്നങ്ങൾ വരാം. ഇതിനൊരു സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്നറിയാമോ? നിങ്ങളുടെ മൊബൈലിലെ കാലണ്ടറിൽ ഈ തീയതികൾ റിമൈൻഡറായി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഈ ചെറിയൊരു ശീലം വലിയ തലവേദനകൾ ഒഴിവാക്കും. അവസാനമായി 6ാമത്തെ സെക്ഷൻ, ബിസിനസ് വളർത്താനുള്ള കുറച്ച് കിടിലൻ എക്സ്പേർട്ട് ടിപ്പുകൾ. നമ്മളിപ്പോൾ 2026-ലാണല്ലോ നിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ AI അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്കൊരു വലിയ അനുഗ്രഹമാണ്. അവ തന്നെ സ്വയം GST കാൽക്കുലേറ്റ് ചെയ്തോളും, ഇൻവോയ്സുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാക്കും, ഫയൽ ചെയ്യാനുള്ള റിമൈൻഡറുകൾ തരും, തെറ്റുകൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ പകുതിയായി കുറയും. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടന്റിനോ CAക്കോ ജോലി വളരെ എളുപ്പമാവുകയും ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിറ്റുവരവ് എത്രയാണെന്ന് എപ്പോഴും കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഓൺലൈൻ സെയിൽസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ GST എടുക്കുക. എന്തു വന്നാലും കൃത്യസമയത്ത് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യമായി ബിസിനസ് തുടങ്ങുന്ന ആളാണെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണൽ CAയുടെയോ അല്ലെങ്കിൽ ഒരു GST എക്സ്പേർട്ടിൻ്റെയോ സഹായം ആദ്യം തന്നെ തേടുന്നത് ഒരു വളരെ നല്ല തീരുമാനമായിരിക്കും. അപ്പോൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റൊക്കെ കൃത്യമായി ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ കരുത്തോടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ റെഡിയാണോ? ഈ അറിവുകൾ വച്ച് നിങ്ങളുടെ സംരംഭം വളരെ നിയമപരമായും സുരക്ഷിതമായും മുന്നോട്ട് കൊണ്ടുപോവുക. ബിസിനസ്സിലെ നിങ്ങൾക്ക് വലിയ വിജയങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.